ജന്മമെന്തിനു നീളുകയോ ഈ മണ്ണിൽ നിന്നെ ഞാൻ തേടുകയോ. എടാ എഴുന്നേറ്റടാ, നിന്റെ അപ്പം വന്നേക്കണു. കർത്താവേ, തന്ത രാവിലെ എനിക്ക് കെട്ടിയെഴുന്നള്ളിട്ടുണ്ടല്ലോ. എന്താ അമ്മ ലേറ്റ് ആയത്? ഞാൻ അമ്മനോട് നേരത്തെ വിളിക്കാൻ പറഞ്ഞല്ലേ. ഡാടാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. 1 മണിക്കൂറായി ഞാൻ കിടന്ന് വിളിക്കണം. ഇപ്പോഴാണ് എഴുന്നേറ്റ് വന്നത്. അയ്യോ, അതൊക്കെ പോട്ടെ. എന്തിനാ അപ്പനിപ്പോ വന്നേ? നീ വന്നെന്നറിഞ്ഞിട്ട് തന്നെയാണ് അപ്പനിപ്പോ വന്നത്. ഓഹോ, അപ്പൊ നിങ്ങളുടെ പണിയായിരുന്നല്ലേ തള്ളേ. കൊള്ളാം. അതെ അതെ, എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും 2 എണ്ണം. എപ്പോൾ പോയതാണ് നീ ടൂറൊന്നും പറഞ്ഞിട്ട്? 1 മാസമായി. എന്നിട്ട് എന്നാ കയറി വരുന്നത്? മമ്മി, യു നോ ഐ ആം ടു മച്ച് ബിസി മാൻ. ഇങ്ങനെ പോയാൽ ഞാൻ ഒലക്കക്കല്ലടിക്കാൻ പോകുന്നത്. ചൊട്ടക ഞാൻ പൊളിപ്പിച്ച് തലക്കിട്ട് റെഡി തരും. ഇതേ തള്ളേ, ഒരു സൈക്കോത്തര എൻ്റെ അടുത്ത് കാണിക്കരുത്. അല്ലെങ്കിൽ എന്നൊരു ബഹുമാനമില്ലല്ലോ. ആകെ പേടിയുള്ള നിന്റെ അപ്പനെയാ. മമ്മി എൻ്റെ സുന്ദരി മമ്മിയല്ലേ. എന്നാ ചായ കുടിക്ക്. എന്താ എൻ്റെ മമ്മൂസിൻ്റെ മുഖം ഇങ്ങനെ കടന്നല് കുത്തിയ പോലെ ഇരിക്കുന്നത്? ഒന്ന് ചിരിച്ചേ. നിന്നോട് പെണ്ണ് കെട്ടാൻ പറഞ്ഞിട്ട് എത്ര നാളെയാടാ? 29 വയസ്സായി, എന്നിട്ട് നടക്കുവാണ് പെണ്ണും കെട്ടാതെ. മമ്മി, പെണ്ണൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ തന്നെ ഒരു ജീവിതകാലം മൊത്തം നോക്കിയാൽ വേണം. മനുഷ്യന് പബ്ബ്, പാർട്ടി, ഗേൾസ്. ഓഫ്, ദിസ് ഈസ് മൈ ലൈഫ് മാൻ. ഐ വാസ് എൻജോയിങ് മൈ ലൈഫ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ബ്ലിസ്. ഇനി മോൻ ഇങ്ങനെ ബ്ലിസ്സിൽ കൊണ്ടുവന്നാലേ അപ്പം നല്ല ബ്ലിസ് വെച്ച് തരും. മര്യാദക്ക് ഞങ്ങൾ പറയുന്ന പെണ്ണിനെ കെട്ടി ജീവിച്ചോളണം. നിനക്ക് 4 കമ്പനിയുണ്ട്. അത് നോക്കി, മക്കളെ നോക്കി, പിള്ളേരെ നോക്കി, ഞങ്ങളെ നോക്കി എൻ്റെ മോൻ ഇനി ജീവിച്ചോളണം. അമ്മ വെറുതെ ടിപ്പിക്കൽ മലയാളി അമ്മനെ പോലെ ആവരുത് കേട്ടല്ലോ. അമ്മ ഒന്ന് ചിന്തിച്ച് നോക്കുക. വി ഹാവ് എവറിത്തിങ് നോ. അപ്പോൾ നമ്മൾ ലൈഫ് കുറച്ച് എൻജോയ് ചെയ്യണ്ടേ? അല്ലാണ്ട് പോയി കെട്ടി ടിപ്പിക്കലി ലൈഫ് അന്ന് എനിക്ക് സെറ്റാകത്തില്ല അമ്മ. നമ്മുടെ മൂത്തവനുണ്ടല്ലോ ഇടയൻ, അവനെ പിടിച്ച് കെട്ടിക്കേ. എൻ്റെ കയ്യിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ ഇടയിലൻ അവിടെ പോയി കിടക്കുന്നേ. ഞാൻ ഒന്നും പറഞ്ഞില്ല അമ്മ. എടാ മോനെ, നിന്റെ കല്യാണത്തിൻ്റെ കൂടെ തന്നെയാണ് നിന്റെ ചേട്ടൻ്റെ കല്യാണം നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു വെച്ചേക്കുന്നത്. അതിനുവേണ്ടി 2 പെൺപിള്ളേരെ ഞങ്ങൾ നോക്കുന്നുണ്ട്. വെയിറ്റ് 2 പെൺപിള്ളേരും ഒരേ ഫാമിലിയിൽ ലൈക്ക് സിസ്റ്റേഴ്സ് ആയിട്ടോ? പിന്നല്ലാതെ. അമ്മച്ചി, അതെങ്ങനെ ശരിയാവും? രണ്ട് ഫാമിലി നോക്ക്, എന്നല്ലേ ഒരു സുഖമുള്ളൂ. മോനെ, 2 ഫാമിലിനെ നോക്കിയിട്ട് വേണം നിനക്ക്. പറയണില്ല ഞാൻ. മര്യാദക്ക് ഒരു പെണ്ണിനെ കെട്ടി ജീവിച്ചോളോട്ടില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. അമ്മ, ഡെയിനിനെ പെണ്ണ് കെട്ടിക്കമ്മ. എന്തിനാമ്മ എൻ്റെ അടുത്ത് വരുന്നത്? എനിക്ക് പെണ്ണ് കെട്ടാൻ ഇപ്പം താല്പര്യമില്ല അമ്മ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തൊന്നുമില്ല. അപ്പൻ്റെ ഏതൊരു പെൺകുച്ചിനെ കണ്ടു വെച്ചിട്ടുണ്ട്. മര്യാദക്ക് പോയി അതിനെയും കണ്ട് പെണ്ണും കെട്ടിക്കൊള്ളാം. മര്യാദക്ക് നിന്നോട് നല്ല പ്രായത്തിൽ പ്രേമിച്ചടക്കാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് എന്തായി? നീ കണ്ട പെൺപിള്ളേരായിട്ട് ഫുൾ ടൈം പബ്ബ്, പാർട്ടി. മമ്മി, അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻസ്, എനിക്ക് എൻ്റെ എക്സ്പെക്റ്റേഷൻസിലുള്ള പെണ്ണിനെ കിട്ടിയാലേ ഞാൻ കല്യാണം കഴിക്കോളൂ. അതുമാത്രമല്ല, ഈ കേരളത്തിലെ പെൺപിള്ളേർക്കൊക്കെ ഒരു നാടൻ സ്റ്റൈലാണ് സംസാര രീതി ആയാലും. ലൈക്ക് ഏട്ടാ, എവിടെ പോകുന്നു ഏട്ടാ, എപ്പോൾ വരും ഏട്ടാ. ഐ ഡോണ്ട് നീഡ് എ ഗേൾ ലൈക്ക് ദാറ്റ്. Then which type of girl you need, my boy? ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ, പോരട്ടെ, ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ she should be my sugar mommy. പഞ്ചാര കുറച്ച് കുറവാണെങ്കിലേ മോനെ അടുക്കളയിലേക്ക് പോവാ. അമ്മ പഞ്ചാര ഇട്ട് കുറച്ചിങ്ങനെ ഇളക്കി അങ്ങ് തരാം. വേണമെന്നില്ല മമ്മി, ഞാൻ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് വരാം. വേഗം വാ, നിന്റെ അപ്പന് നിന്നോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിരിപ്പുണ്ട്.
അല്ലമ്മ, എന്തെങ്കിലും ഒരു ക്ലൂതാ, എന്താ കാര്യം? എടാ മോനെ, അപ്പനെ നിനക്കൊരു കല്യാണാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, AR ഗ്രൂപ്പില്ലേ, AR ഗ്രൂപ്പിൻ്റെ ചെയർമാൻ്റെ കൊച്ചുമകളാ അവന്തിക. അപ്പോൾ ഞങ്ങളൊക്കെ ഏകദേശം ഉറപ്പിച്ച കൊണ്ടാണെങ്കിൽ നീ പോയി എന്നാൽ പെണ്ണിനും കൂടെ ഒന്ന് കാണ്, എന്നിട്ട് നമുക്ക് നോക്കാം. അയ്യേ, എന്തുളപ്പേര അവന്തിക. എനിക്ക് അവന്തിക ഒന്നും വേണ്ട. ഐ നീഡ് ഹോട്ട് നെയിംസ്, ലൈക്ക് കുറച്ച് 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 സെക്സി ആയിരിക്കണം ആ നെയിം, ലൈക്ക് പറയുമ്പോൾ തന്നെ. മനസ്സിലായോ മമ്മി? ഇത്രയും പാവം അമ്മയായതുകൊണ്ടല്ലേ മോനെ നീ എൻ്റെ തലയ്ക്ക് നിന്നിറങ്ങുന്നത്. ഇനി അത് നടക്കത്തില്ല. ഇനിയേ നിൻ്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങൾ നിൻ്റെ അപ്പനും എടുക്കട്ടെ. ഞാൻ മാത്രം തീരുമാനം എടുത്തുകൊണ്ടിരുന്നാലേ നീ ആൾ ശരിയാവുന്നില്ല. അമ്മ, എന്താ അങ്ങനെ ഒരു ടോക്ക്? അമ്മ, ഞാൻ പറഞ്ഞില്ല അമ്മ, ഞാൻ പെണ്ണ് കെട്ടിക്കോളാം. ഇപ്പം എനിക്ക് 29 വയസ്സായി. ഉറപ്പാണ് 30 വയസ്സിനുള്ളിൽ ഞാൻ പെണ്ണ് കെട്ടിയിരിക്കും. എൻ്റെ എക്സ്പെക്റ്റേഷൻ ഞാൻ തപ്പിക്കണ്ട് പിടിക്കട്ടെ. ഞാൻ ഇത് അപ്പനോട് പറഞ്ഞ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കാൻ നോക്കാം. പക്ഷേ 30 വയസ്സിനുള്ളിൽ എൻ്റെ മുന്നേ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചോ, ഇല്ലെങ്കിൽ അതിന് മുന്നേ ഞങ്ങൾ കല്യാണം നടത്തും. നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം സമയം തരാം. അതിന് മുന്നേ നിൻ്റെ എക്സ്പെക്റ്റേഷൻ നീ കണ്ടുപിടിച്ചോ. പിന്നെ നിനക്കറിയാമല്ലോ, ഇവല്ല വേറെ ആരെയും കൊണ്ടുവരരുത്. കുറച്ച് സാമ്പത്തികമായിട്ട് നമ്മുടെ ഫാമിലിനോട് കൂടി നിൽക്കുന്ന ആളെ തന്നെ വേണം. ഇല്ലെങ്കിൽ ഉറപ്പാണ് അപ്പം കല്യാണത്തിന് സമ്മതിക്കത്തില്ല. ഓ, എന്നാലും മമ്മി, എനിക്ക് 29 ആയിട്ടുള്ളൂ. ഇനി ലൈഫ് നടക്കുമല്ലേ? അല്ലെങ്കിൽ 29 വയസ്സുള്ള കളവന്മാർക്ക് ഇപ്പോൾ ആരാ പെണ്ണ് തന്നെ? നിനക്ക് അത് വല്ല ഓർമ്മയുണ്ടോ? എനിക്കിപ്പോൾ 29 വയസ്സായി മോനെ. ഇനി അപ്പൻ്റെ അമ്മയുടെ കാലഘട്ടത്തിൽ എനിക്ക് നിന്നെ കല്യാണം കഴിച്ച് നിൻ്റെ ഒരു കൊച്ചിനെ കണ്ടിട്ട് ചാവണമെന്നാണ് മോനെ എൻ്റെ ആഗ്രഹം. മര്യാദക്ക് ഏതെങ്കിലും ഒരു പെൺകൊച്ചിനെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നോ, ഇല്ലെങ്കിൽ മോനെ ഉറപ്പാണ് അടുത്ത ഡിസംബറിനുള്ളിൽ ഞങ്ങൾ കല്യാണം നടത്തും. യു മീൻ ഡിസംബർ? അതെടാ കുട്ട, ഈ ഡിസംബറിൽ തന്നെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അമ്മ? എനിക്കൊന്ന് പ്രിപ്പയർ ഒക്കെ ആവണം. 29 വർഷത്തേക്കുള്ള പ്രിപ്പറേഷനൊക്കെ ഇതുവരെ നീ മാറ്റി. ഇനി മര്യാദക്ക് ഒരു പെണ്ണ് കെട്ടാൻ നോക്ക്. രാവിലെ എന്നെ കയറി മൂടളഞ്ഞിട്ട് പോയി. അന്ന, അപ്പം വിളിച്ചിട്ടുണ്ട്, ഞാൻ ചെല്ലട്ടെ. വേഗം കുളിച്ച് റെഡിയായി താഴത്തേക്ക് പോവാ. ഓ ആയിക്കോട്ടെ. എവിടെയാ പട്ടിത്തണ്ടിയുടെയും ഇവൻ കാരണവനല്ല. ഹലോ ഇച്ചായി, ആടാ മോനെ, പറയടാ. എടാ, എന്നെ കെട്ടിച്ചൂടാൻ പോവാടാ. എടാ, നമ്മൾ 24 ലക്ഷം മുക്കിയവരപ്പം പൊക്കിയാ? പോടാ, നമ്മൾ 40 ലക്ഷം മുക്കിയവരപ്പം പൊക്കിയിട്ടില്ല, പിന്നെ 24 ലക്ഷം. ഞാൻ പേടിച്ചങ്ങ്. അതല്ല, എന്താണ് ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ? എടാ, അത് മറ്റേ തോമസ് അങ്കിളില്ലടാ, ആ നാറി ഒത്തി. ആ പരനാറിനും മയിരൻ. നീ പറ, എന്താ സംഭവം? എടാ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമേരിക്കയിൽ ബാറിൽ പോയില്ലേ, നൈറ്റ് പാർട്ടി വിത്ത് ഗേൾസ്. അതിൽ ആ നാറി ഉണ്ടായിരുന്നു. അവൻ ആ ഫോട്ടോ എടുത്ത് അപ്പൻ അയച്ചടാ. ഹൊന്നോ പണിപ്പാളി. ആടാ, ഞാനിനി എന്നാ ചെയ്യോടാ? എടാ, ഞാൻ ഐഡിയ പറയട്ടെ. ആടാ പറയ്. എടാ, നീ ഇൻസ്റ്റഗ്രാമിൽ കയറണം. എന്നിട്ട് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള പെൺപിള്ളേരുടെ പ്രൊഫൈൽ പൊക്കണം. പൊക്കിയിട്ട് എക്കത്തിന് ഫോളോ റിക്വസ്റ്റ് അയക്കണം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ആക്സെപ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതായിട്ട് ചാറ്റണം. അയ്യോ, അതൊക്കെ എന്നാ ചടങ്ങാ? കണ്ടുപിടിക്കുക, ഫോളോ റിക്വസ്റ്റ് അയക്കുക, ആക്സെപ്റ്റ് ആക്കുമ്പോൾ മെസ്സേജ് അയക്കുക. നിനക്കറിയാലോ, ഞാൻ പെൺപിള്ളേർക്ക് മെസ്സേജുകൾ അയക്കാറില്ല. ഇപ്പം എല്ലാം ലൈവാണ്. ഈ കാര്യം അപ്പൻ അറിഞ്ഞിട്ട് വേണം മോന് നാടിനീളെ അവിഹിതമാണെന്ന് പറഞ്ഞുണ്ടാക്കാൻ. എൻ്റെ പൊന്നു മോനെ, ഞാൻ ഒരു കാര്യം ചെയ്യും. നീ ഇനി മെസ്സേജ് അയക്കണ്ട. നീ നിൻ്റെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എനിക്ക് താ, ബാക്കി ഞാൻ നോക്കാം. അപ്പോൾ നീ അതും മറന്നാ. നമ്മുടെ രണ്ടുപേരുടെ സെയിം പാസ്വേഡാണ്. എന്നാൽ ഞാൻ അയക്കാം. ഞാൻ അയച്ചു തരാം. പക്ഷെ തുടങ്ങൽ ഞാൻ തുടങ്ങിത്തരാം. അത് കഴിഞ്ഞ് മോൻ കയറി പിടിച്ചോളാം. അതെന്തെങ്കിലും ആട്ടെ, നീ അയക്ക്. പിന്നില്ലടാ, നീ എന്നിങ്ങോട്ട് വന്നേ. ഞാനിപ്പോൾ വന്നാലേ നിനക്ക് നോക്കി വെച്ചേക്കുന്ന ഏതോ കവന്തികയോ പൂവന്തികയോ ഉണ്ടല്ലോ, അവളെ പിടിച്ച് എൻ്റെ തലയിലിടും. അതിനേലും നല്ലത് പോലെ ഞാൻ വരാതിരിക്കുന്നതാണ്. ഓ, അക്കാര്യം ഞാനൊന്ന് മറന്നു. എന്നൊരു കാര്യം ചേട്ടേ, നീ ഇപ്പോൾ എവിടെയുള്ള? അമേരിക്കയിലാണോ? പിന്നെ അമേരിക്കയിൽ നിന്നൊക്കെ ഞാൻ പോന്നിട്ട് 1 ആഴ്ചയായി. ഞാനിപ്പോൾ എവിടെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ നിനക്ക്? ഇല്ലടാ, നീ ഇപ്പോൾ എവിടെയാ? മോനെ, ഞാനിപ്പോൾ തായ്ലാൻഡിലാടാ കുട്ടാ.
എടാ മഹാഭാവി, നീ എന്നെയും കൊണ്ടുപോകാണ്ട് നീ തായ്ലാൻഡിൽ പോലെടാ പട്ടി തെണ്ടിച്ചിട്ടേ നാറിക്കൊള്ളടാ. ഞാനിത് അപ്പനോട് പറയും, നോക്കിക്കോ. ഇതേ ഡെയില ചതിക്കല്ലട മുത്തേ, നിന്നെ ഞാൻ കൊണ്ടാ. ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാം, നീ കയറിങ്ങ് പോരെ. ഇപ്പൊ തന്നെ തന്ന സമ്മതിക്കും. ഒരാഴ്ച പോട്ടെ, ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് 1 മാസമായി എന്ന് പറഞ്ഞിട്ട് തന്തയുടെ ഒച്ചപ്പാടും ബഹളം കൊടുക്കുക. ഇനി ഈ അടുത്തൊന്നും വിടുമെന്ന് തോന്നണില്ല. ഒരു കാര്യം ചെയ്യാം, വല്ല ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ അപ്പനെ വിളി തായ്ലാൻഡിലേക്ക്. അവിടെ ഏതെങ്കിലും ഡീൽസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒതുക്കാം. അത് കഴിഞ്ഞ് നീ പറയും ഡെയിലി കൂടി വേണം, അപ്പം എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലാന്ന്. അപ്പം അപ്പം വിടും. അതെങ്ങനെയുണ്ട്? നോക്കട്ടെ, ഞാൻ അപ്പന് മെസ്സേജ് അയക്കാം. നോക്കാനൊന്നുമില്ല, അങ്ങോട്ട് ചെയ്താൽ മതി. പിന്നില്ലേ മെസ്സേജ് അയക്കണ്ട, തന്തപ്പടി കാണില്ല, വിളിച്ച് പറഞ്ഞാൽ മതി. ഓ ആയിക്കോട്ടെ, ഞാൻ വിളിച്ചു പറയാം. ശരിയടാ, ഞാൻ ഫോൺ വെക്കുവാണേ, കുറച്ച് പരിപാടികളുണ്ട്. നടക്കട്ടെ. നടക്കാനൊന്നും വയ്യടാ മോനെ, ഇന്നലെ രാത്രി നന്നായിട്ട് അധ്വാനിച്ചതാ. അതൊക്കെ പോട്ടെ. ശരിയടാ, എന്നാ ഞാൻ വെക്കുവാണേ. കർത്താവേ, ഞാൻ എന്തായി കേൾക്കുന്നത്? ഓ ഫോൺ വെച്ചിട്ട് പോകാൻ മതി, അമ്മ കണ്ട പിന്നെ അത് മതി. ശരി എന്നാ. ശരി. അമ്മ ഞാൻ വന്നു. അപ്പനിവിടെ ഉണ്ടായിരുന്നാ? ഞാൻ കണ്ടില്ലാന്നേ. അല്ലെങ്കിലും എൻ്റെ മോനെ കാഴ്ച വളരെയധികം കുറവാണെന്ന് ഞാൻ അറിഞ്ഞു. ദൈവമേ, രാവിലെ എന്നെ തന്നെ എടുത്തിട്ട് നോക്കുകയാണല്ലോ. എന്താന്ന് ഞാൻ കേട്ടില്ല. ഏയ് ഒന്നുമില്ലപ്പാ, ഒരു കാര്യം പറഞ്ഞതാ. അതല്ലപ്പാ, എന്നാത്തിനാ വിളിച്ച? അപ്പോൾ വിളിച്ചതെന്ന് അറിയാം അല്ലേ? അറിയാപ്പാ. ഡെയിലൻ, നിനക്കിപ്പോൾ 29 വയസ്സായി. നിന്റെ കല്യാണത്തിൻ്റെ പ്രായമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. എന്തായാലും ഇനി നിന്നെ ഇങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഡെയിലൻ. എന്തായാലും നിന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ പോവുകയാണ്. കുറേ നാൾ നിനക്ക് സമയം തന്നു, എന്നിട്ട് നീ എന്താ ചെയ്ത്? പബ്ബ്, പാർട്ടി, ഗേൾസ് എന്നുള്ള ലൈഫ് സ്റ്റൈൽ. അത് നമ്മുടെ കുടുംബത്തിന് ഒട്ടും ചേർന്ന കാര്യമല്ല ഡെയിലൻ. ഇങ്ങനെ നടന്നാൽ പറ്റത്തില്ല. എന്തായാലും ഡെയിലൻ, നിന്നെ ഞങ്ങൾ കെട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പാ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കും എൻ്റെതായ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ പിടിച്ചിട്ട് ഒരു പെണ്ണിൻ്റെ തലയിലേക്ക് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം എനിക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കതൊരിക്കലും ഓക്കെ അല്ല. ഞങ്ങളുടെ ലൈഫ് തന്നെ ഭയങ്കര വേസ്റ്റായി പോവും. നിങ്ങളെടുത്ത് ചാടി ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് എൻ്റെ തലയിൽ വെക്കുകയാണെങ്കിൽ. അതിനേലും നല്ലത് ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു പെണ്ണ് തന്നെയല്ലേ. അപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ 2 മാസം എൻ്റെ മോനെ ഞാൻ സമയം തരാം. 2 മാസത്തിനുള്ളിൽ നീ മര്യാദക്ക് കല്യാണം കഴിച്ചോളണം. നിനക്ക് ഇഷ്ടമുള്ള പെണ്ണ് മതി, പക്ഷേ നമ്മുടെ കുടുംബമായിട്ട് യോജിച്ച പെണ്ണിനെ തന്നെ വേണം. അതറിയാലോ, യൂറോപ്യൻസ് ഇസ് നോട്ട് അലൗഡ്. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. യൂറോപ്യൻസ് ആയിട്ടുള്ള ഒരു പെണ്ണുങ്ങളെയും പറ്റത്തില്ല. ഇന്ത്യ, കേരളത്തിൽ നിന്നുള്ള പെണ്ണിനെ തന്നെ വേണം. ദൈവമേ പെട്ട്. മോനെ, ഇത്ര ഫ്രീഡം ഞാൻ തന്നിട്ടുണ്ട്. നീ തീരുമാനിച്ചോ ഇനി എന്താ വേണ്ടതെന്നുള്ളത്. അപ്പൻ ഇനി ടെൻഷൻ ആവണമെന്ന് നിൽക്കൊന്നും വേണ്ട, ഞാൻ കല്യാണം കഴിച്ചോളാം. പിന്നെ നിൻ്റെ ചേട്ടൻ വിളിച്ചിരുന്നു, തായ്ലാൻഡിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ എന്തോ ഒരു ഡീലോ മീറ്റിങ്ങോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പോകാൻ പറ്റില്ല എന്ന് ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞോളാം. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ. പിന്നെ 2 മാസം പോലെ സമയം, അതിനുള്ളിൽ നീ കണ്ടുപിടിച്ചേക്കണം. ശരിയപ്പാ, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. ശരി, ഞാൻ ഇറങ്ങുവന്നാ. അന്നാ ഡി, ഞാൻ ഇറങ്ങുവാണേ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞാനിന്ന് വരാൻ ചിലപ്പോൾ ലേറ്റ് ആവും. നീ കിടന്നോ? ഓക്കെ ചായ, ഇച്ചാൻ പോട്ടോ. അമ്മച്ചി ഇങ്ങ് നോക്കിക്കേ. എന്താടാ കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്? അമ്മേ, 2 മാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേ 2 മാസമോ? അത് ശരിയാവും അമ്മ? 2 മാസത്തിനുള്ളിൽ ഏത് പെണ്ണിനെ കിട്ടാനാ? എനിക്കറിയില്ല, ഞാനല്ല കിട്ടുന്നത്, നീയാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നാര മോൻ പോയിട്ട് നല്ല ഏതെങ്കിലും പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോവാ. എടാ, നീ വിളിച്ചിറങ്ങിക്കൊണ്ട് വാടാ, ബാക്കി കാര്യം അമ്മയെത്തി. നിങ്ങൾക്ക് പിന്നെ ബംഗാളികളൊന്നും പറ്റത്തില്ലല്ലോ. ഇന്ത്യക്കാരി, കേരളക്കാരി തന്നെ വേണ്ടേ? കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് വലിയ ധൈര്യമൊന്നുമില്ല. ഈ ചപ്പാത്തിക്കോലും കൊണ്ട് ഞാൻ തലക്കിട്ടൊരു അടി വരും. കർത്താവേ, തള്ള ടെററാണല്ലോ. അതെടാ, ടെററാണ്. അല്ലടാ, ഈ കേരളക്കാർ പെൺപിള്ളേർക്ക് എന്താടാ കുഴപ്പം? ഞങ്ങളെ ഒരു ചെക്കന്മാരുടെ പുറകെ ഒന്നും പോയിട്ടൊന്നുമില്ല. ഞങ്ങളെല്ലാം അന്തസ്സായിട്ട് കുടുംബത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടായിരിക്കും രാത്രി മതിലയാടി അപ്പൻ്റെ കൂടെ പോകുന്നത്. അതേടാ, ഞാൻ മതിലയാടി തന്നെ പോകുന്നത്. അതെ, നിന്റെ അപ്പനെ അത്ര ട്രൂ ലഭായതുകൊണ്ടാ.
അല്ലാതെ നിന്നെ പോലെ എല്ലാ പെൺപിള്ളേരും രാത്രി പോയി കണ്ട യൂറോപ്യൻ വീട്ടിൽ കയറി വിളിച്ചിറങ്ങി കൊണ്ട് വന്നതല്ല. കൂൾ മൈ മമ്മി, കൂൾ ഡൗൺ. എന്തിത്ര ജാട? ദിവസങ്ങൾ പോകുന്നതോറെ നിന്റെ നാക്കിന് എല്ലില്ലാണ്ടായി വരുന്നുണ്ട് ഡെയിലൻ. മര്യാദക്കൊല്ല എല്ലും വെച്ച് പിടിപ്പിച്ചോ, ഇല്ലെങ്കിൽ തലക്കിട്ട് റെഡി വെച്ച് തരും. അതെൻ്റെ ഏഞ്ചലീന ബേബിനെ ഞാൻ മിസ് ചെയ്യുന്നുകൊണ്ടാ മമ്മി. ഏഞ്ചലീന ബേബിയോ? ഏത് ബേബി? എല്ലാ ബേബിമാരായിട്ടുള്ള പരിപാടി നിർത്തിക്കോ. എല്ലാത്തിനോടും ടാറ്റ ബൈ ബൈ പറഞ്ഞേക്കോ. ഇനിയിപ്പോൾ ഒരു പെണ്ണിനെ കെട്ടി സമാധാനത്തോടെ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. കർത്താവേ, ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, എല്ലാ ബേബിമാരോടും ടാറ്റ പറയണമല്ലോ. എത്ര എണ്ണം ഉണ്ട്? ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു. കാൽക്കുലേഷനൊക്കെ വേഗം ചെയ്തോ. അല്ലട മോനെ, ശരിക്കും നിനക്ക് എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്? അത് പിന്നെ മമ്മി, കാനഡയിൽ നിന്ന് ഏഞ്ചലീന, സിംഗപ്പൂരിൽ നിന്ന് നയോമി, പിന്നെ ജപ്പാനിൽ നിന്ന് മിക്കോ. അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ കർത്താവ്, എടാ ആസ്ഥാന കോഴി, നിനക്കിത് തന്നെയായിരുന്ന മോനെ പരിപാടി? നിൻ്റെ അപ്പം വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മയമ്മ അടങ്ങിരി. ഇനി തന്താ അതും കൂടി കേട്ടിട്ട് വേണം ബാങ്ക് അക്കൗണ്ടും കൂടി ബ്ലോക്ക് ആക്കാൻ. അന്ന് അടങ്ങിയിരുന്നേ. എന്തായാലും എൻ്റെ മോൻ കല്യാണം കഴിഞ്ഞ് പരിപാടിയെ നിർത്തിക്കോ. പെണ്ണിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് അറിയാലോ ഡെയിലൻ. അറിയാം അമ്മ, അല്ലെങ്കിലും എന്നെ സഹിക്കാൻ പറ്റുന്ന ഏത് പെണ്ണായി കേരളത്തിലുള്ള? എടാ, ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ എന്താ? നല്ല അച്ചടക്കമുള്ള, കെട്ടിയാനെ മനസ്സിലാക്കുന്നേ, അവൻ പറയുന്ന കേൾക്കുന്നേ, എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്നേ. വീട്ടിലെ കഞ്ഞിയും കറിയും വെച്ച് ഭർത്താവിൻ്റെ കാലം കഴുകിയിരിക്കണമെന്ന് ഞാൻ പറയില്ല. ഷീ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. നിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ എന്തായാലും ഇൻഡിപെൻഡൻ്റ് ആയി പറ്റുള്ളൂ. അങ്ങനത്തെ നല്ലൊരു പെണ്ണ് നമുക്ക് നോക്കാടാ. നിൻ്റെ എക്സ്പെക്റ്റേഷൻ അല്ലേ, കിട്ടാതിരിക്കത്തില്ല. എൻ്റെ ഭാര്യ എവിടെയാണാവോ എന്തോ. നിന്നെ കെട്ടിച്ച് ഞാൻ നീ കുഞ്ഞിക്കാലൊക്കെ വേഗം കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ആ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. ഒന്ന് കെട്ടിയാൽ മതി. മമ്മി അവിടെ നിന്ന് അയ്യാടാ ചെറുക്കനെ എന്നെ ഒരു നാണോ നോക്ക്. മമ്മി 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 കിടന്ന് മാന്താതെ ചെറുക്ക. അല്ല മമ്മി, ആദ്യത്തെ കൊച്ചി ബോയ് വേണോ ഗേൾ വേണോ അമ്മക്ക് പേരക്കിടാവ്? മര്യാദക്ക് പോയി വല്ലതും ചെയ്തേ. കർത്താവ്, ഈ ചെക്കൻ്റെ ഒരു പോക്കേ. ശരി എന്നാ അമ്മ, ടാറ്റ, സീ യു, ബൈ ബൈ. കർത്താവേ, എൻ്റെ ഫോൺ എന്തേ? കിട്ടി. അമ്മ, ഈ മതലിൻ്റെ സൈഡിൽ വെച്ചാൽ ചെടിച്ചട്ടി എന്തേ? അത് കഴിഞ്ഞ പ്രാവശ്യം നിന്റെ നന്ദനോടെ ഇങ്ങനെ ദേഷ്യം കയറിയപ്പോൾ ചട്ടി എടുത്ത് തലക്കറിയാൻ നോക്കിയതാ, അത് പൊട്ടിപ്പോയി. കർത്താവേ, എൻ്റെ ഒപ്പം ജീവനോടെ ഉണ്ടല്ലോ, ഭാഗ്യം. മോനെ കുട്ടാ, നിനക്ക് എന്നെ പോലത്തെ സ്വഭാവമുള്ള പെണ്ണിനെ കിട്ടണോടാ. നീയൊക്കെ എന്നും നന്നായെന്ന് പറഞ്ഞാൽ മതി. അമ്മക്ക് അപ്പനെ ഇത്ര നാള് നന്നാക്കാൻ പറ്റിട്ടില്ല, പിന്നല്ലേ എന്നെ. കയ്യിലെ ചട്ടകം ഇരിക്കുന്നു, ഒറ്റ അറിയിച്ചിരും ഞാൻ. വേണ്ടതല്ലേ, ഞാൻ പോവാണ്. ടാറ്റ ബൈ ബൈ, സീ യു. ഉമ്മയൊന്നും എനിക്ക് വേണ്ട, നിന്നെ മറ്റവൾ കൊണ്ടേ കൊടുക്കും. തൽക്കാലത്തേക്ക് ആ പോസ്റ്റ് ഫ്രീ അമ്മച്ചി, കിട്ടുമ്പോൾ ഞാൻ അങ്ങ് അറിയിക്കാം. എത്ര ഉണ്ടാവോ എന്തോ. കോപ്പ് ബോറടിച്ചിട്ടും വയ്യ. എന്നാ ഇപ്പം ചെയ്യാ? വന്നിട്ട് വല്ലാത്ത ബോറടി. അവിടെ ഞാൻ എങ്ങനെ എൻജോയ് ചെയ്താണെന്ന് വെച്ചതാ. ഏഞ്ചലിനൊക്കെ മെസ്സേജ് അയച്ചാലോ? അല്ല വേണ്ട, നയോമിക്ക് അയക്കാം. വേണ്ട, അവളിപ്പോൾ ബിസി ആയിരിക്കും, വർക്കുള്ളതല്ലേ. പിന്നെ ആർക്കയക്കും? ഇച്ചാച്ചി എന്നല്ല ഏതോ പെണ്ണിന് മെസ്സേജ് അയച്ചിട്ട് അവൾ റിപ്ലൈ വന്നിട്ടുണ്ടാകും തോന്നുന്നു. നോക്കട്ടെ. അലക്സ ഡേവിസ് കൊമ്പനായി, നല്ല പേര്. ഹലോ തന്നിട്ടുണ്ടല്ലോ, ജാഡയാ തോന്നുന്നു. ഒരു ഇമോജി അയക്കാം. ഹലോ ബേബി, ഹൗ ആർ യു? സീനാക്കി. റിപ്ലൈ ഒന്നുമില്ലല്ലോ. 10 മിനിറ്റ് കഴിഞ്ഞ്. കർത്താവ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യായിരിക്കും. ബ്ലോക്ക് ചെയ്തില്ല. പിന്നെന്താ അവൾ 20 മിനിറ്റ് കൊണ്ട് മെസ്സേജ് പറഞ്ഞ്? എന്തെങ്കിലും ആവട്ടെ. ഇത് ജാക്സൺ അല്ലേ? അതില്ലാത്ത തന്നെ ഒരു കോള്. അളിയാടാ മുത്തേ, നീ എന്താണ് ഇത്ര നാളെ വിളിക്കാഞ്ഞേ? അല്ലെങ്കിൽ ഇപ്പം നിനക്കൊന്നും തന്നെ വേണ്ടല്ലോ. ഇനി നീ അങ്ങനെ പറയണം. നിന്നെ അല്ലേ മോനെ ഈ കേരളത്തിൽ കാണാൻ കിട്ടാഞ്ഞത്? ഇന്ത്യയാണോ ജപ്പാനാണോ സൗത്ത് കൊറിയയാണോ ഒന്നും അറിയാൻ പാടില്ല. നീ എവിടെയായിരുന്നല്ലോ കൂട്ടാ ഇത്രയും നാൾ? 1 മാസമായല്ലോടാ നിന്നെ ഞാൻ ഒന്ന് കണ്ടിട്ട്. എൻ്റെ പൊന്നു മച്ച, നിനക്കറിയാമല്ലോ എനിക്ക് എന്തോരം ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. 3 എണ്ണം ഉണ്ട്. 3 എണ്ണത്തിന് ഹാൻഡിൽ ചെയ്യണം. സിമ്പിളാന്ന് ചോദിച്ചിരിക്കുക. നിനക്കൊക്കെ 3 എണ്ണം ഒറ്റയടിക്ക്. എനിക്കിവിടെ ഒരു പെണ്ണിനെ പോലും മര്യാദ കിട്ടണില്ല.
എടാ പൊട്ടാ, അതിനെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നന്നായിട്ട് വർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നടക്കൂല. ആ, നിൻ്റെ വർക്കിംഗ് മേടിച്ചിട്ടാണെന്നല്ലേ നിൻ്റെ അപ്പം നേരത്തെ പിടിച്ച് കെട്ടിക്കുന്നേ. എനിക്ക് 26 വയസ്സായല്ലോ, നീ പോയി കെട്ടറ. എൻ്റെ അപ്പനെ ഇപ്പം പിടിച്ച് കെട്ടിക്കാൻ കാരണം അപ്പൻ എന്നോട് വല്ലാത്ത സ്നേഹം. അതാ. അത് ശരിയാ, ഇപ്പം നീ സ്നേഹം കാണിച്ചില്ലെങ്കിൽ വല്ല യൂറോപ്യൻകാർക്ക് 2 മക്കളുമായിട്ട് നീ അവളെയും പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരുമെന്ന് എൻ്റെ അപ്പനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണെന്ന് എനിക്കറിയാം. മോനെ ജാക്സ കുട്ട, ടോപ്പിക് വിടണമത്തെ. നീ പറ, എന്താ നീ വിളിച്ചേ? എന്തോ കാര്യമില്ലാണ്ട് എൻ്റെ കൊച്ചെന്നെ വിളിക്കൂലെന്ന് എനിക്കറിയാം. എടാ, എറിക്കും ടീമും കുറേ നാളെ നമുക്കിട്ട് ചൊറിയുന്നു. നീ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും അടങ്ങിയതാ. ഇനിയിപ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ഒന്ന് വന്നേ, അവനിട്ടാണ് പൊട്ടിക്കണം. നീ എൻ്റെ മാലാകയുടെ കുട്ട. ഞാനിവിടെ ബോറടിച്ച് പണ്ടാരടങ്ങിയിരിക്കുമായിരുന്നു. വളവും നമുക്ക് പോയി 2 പൊട്ടിച്ചിട്ട് വരാം. ഞാൻ സ്റ്റാർ കഫേ കാണും, നീ അങ്ങോട്ട് വന്നാൽ മതി. അളിയ ജാക്സ, ടൂൾസ് എടുക്കാൻ മറക്കണ്ട കേട്ടല്ലോ. മോന് സൈക്കിൾ ചെയിൻ ഇല്ലാണ്ട് അങ്ങ് ഇറങ്ങത്തില്ലല്ലേ? എടുക്കടാ, എന്തായാലും നീ വന്നാൽ മതി. ഓക്കേടാ. ജാക്സ, വന്നാ? ഡെയില വാടാ, നമുക്കേ ആദ്യം കൊണ്ട് സ്ഥലത്തേക്ക് വിടാം. ഓക്കേടാ. നമ്മൾ 2 പേരും മാത്രമല്ലോ, മറ്റേമാരൊന്നും ഇല്ലേ? അദ്വിക്കിൻ്റെ പെങ്ങളില്ലേ, അവളുടെ കല്യാണാലോചന എന്തുവാ? അതുകൊണ്ട് അവൻ വരത്തില്ല. നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ തൽക്കാലം. അത് മതി, നിങ്ങൾ വന്നേ. അതെങ്കിൽ അത് എനിക്കെൻ്റെ ബോറടി മാത്രമേ മതി. നീ വാ, കയറ് മോനെ, ബാക്കിൽ കയറ്, ഞാൻ ഓടിച്ചോളാം. വാടാ. ആരാടാ നീക്ക് എന്തായി കാണിക്കുന്നേ? നിന്റെ ഇറുക്കിനോട് പറഞ്ഞേക്ക്, മേലെ എൻ്റെ ചെക്കന്മാർ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ നിൻ്റെ ഒന്നൊരു പൊടി പോലും കാണില്ല എന്ന്. അളിയാ, പോവാം. ഡെയില, നീ ഓടിക്കണ്ട വണ്ടി. നിന്റെ കൈ നോക്ക്, മുറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓടിക്കാം. എന്നാ നീ കയറ്. അളിയാ, ഡെയില, നല്ല മുറിവാണല്ലോടോ. നീ ഇതും വെച്ചാൽ എങ്ങനെ വീട്ടിലേക്ക് പോകുന്നേ? ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകുന്നില്ലടാ. അമ്മ എങ്ങാലും കണ്ടു കഴിഞ്ഞാൽ പണിയാവും. നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് വിട്, അല്ലെങ്കിൽ വേണ്ട ഹോസ്പിറ്റലിലേക്ക് വിട്, അത് ഞങ്ങൾ പോവാം. അത് നല്ല കാര്യമാണ്. ഇതേതാടാ CS ഹോസ്പിറ്റൽ? പുതിയതാണല്ലോ, ഇതിനു മുന്നേ ഒന്നും കണ്ടിട്ടില്ല. ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹോസ്പിറ്റലിലേക്ക് വന്നതാളിയാ. എന്തായാലും പൊളിയല്ലേ? പൊളിയാ. എടാ, നീ കാഷ്വാലിറ്റിയിലേക്ക് വെക്കോ, ഞാൻ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് അങ്ങ് വന്നേക്കാം. വേം വാടാ. കാഷ്വാലിറ്റിയിൽ ആരും ഇല്ലേ? ഹലോ ഡോക്ടർ, എനിവൺ ഇസ് ദേർ? Yes, come on, sit there. Hey, you. എന്ത് അവിടെ പോരിയാടോ? എന്ത് പറ്റി ഡോക്ടറെ? ഇന്ന് നല്ല ഹോട്ടാണല്ലോ. ഹോട്ടോ? താനേ ഇവിടെ ഡ്രസ്സ് ചെയ്യാൻ വന്നതല്ലേ, അതുകൊണ്ട് കോഴിത്തരം കാണിക്കാൻ വന്നല്ലോ. അവിടെ ഇരി. ഡോക്ടർ, അപ്പം നേഴ്സുമാർ ആരുമില്ല, ഡോക്ടർ മാത്രമേ ഉള്ളൂ? തന്നെ പോലത്തെ കോഴികളൊക്കെ പേടിച്ച് ഇപ്പം നേഴ്സുമാർ തന്നെ ഇങ്ങോട്ട് വന്നില്ല. കുറേ നേരമായല്ലോടി മോളെ ഇനി തുടങ്ങിയിട്ട്. കോഴി? ഞാൻ കോഴിയാണെന്ന് നിനക്ക് പറയാൻ എങ്ങനെ തോന്നി? ഇത്ര ഹോട്ട് സെക്സി ആയിട്ടുള്ള എന്നെ കണ്ടിട്ട്?
അയ്യടാ, ഞാൻ പിന്നെ വേറെ ആമ്പിള്ളേരൊന്നും കണ്ടിട്ടില്ലല്ലോ, ഒന്ന് മാറിക്ക്. അലക്സ ഡേവിസ്. ഹേയ്, എന്താ ഇത്ര ചൂടാവുന്ന? എൻ്റെ പേര് എങ്ങനെ അറിയാം? ഇന്നലെ ഒരു ഹാൻസം പയ്യൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ട് നീ സീനാക്കിയിട്ട് അങ്ങ് പോയല്ലോ. ഓ, ആ ആസ്ഥാന കോഴി താനായിരുന്നല്ലേ. ഷോ, ഞാൻ ആ മുഖമൊന്നും ഓർക്കുന്നില്ല. ഓ, മുഖമൊന്നും താൻ ഓർക്കണ്ട, അല്ലെങ്കിൽ എത്ര പേർക്ക് മെസ്സേജ് അയക്കാൻ ഉണ്ടാവുമല്ലേ. ഡോ, കയറി എങ്ങാടാ പോകുന്നത്? ഞാൻ ആർക്കും മെസ്സേജ് അയക്കാറൊന്നുമില്ല. പിന്നെ നേരത്തെ അയച്ചത് അത് ഹായ് അയച്ചപ്പോൾ ഹലോ അയച്ചതാ. ഇനി വല്ല പേഷ്യൻസ് ആണോ നോക്കാൻ. അപ്പോഴെനിക്ക് തന്നെ കോഴിത്തരാം. അതോടെ ഞാൻ നിർത്തി. ഓഹോ, കൊച്ചപ്പോ ഡീസൻ്റാ. ഏയ് അലക്സ ബേബി, നമുക്ക് ഇന്ന് പുറത്തായാലോ? പിന്നെ തന്നെ പോലത്തെ കോഴികളിലൂടെ പുറത്തു പോയിട്ട് വേണം എനിക്ക് വേറെ ഏതെങ്കിലും ചിത്തപ്പേര് അയക്കാൻ. അതിനുള്ളിൽ നല്ലത് ഞാൻ കൊമ്പാതിരിക്കുന്നത്. പക്ഷേ അലക്സിയ ബേബി അങ്ങനൊന്നും പറയല്ലേ. നിർത്തണം എൻ്റെ അലക്സിയ ബേബി. അലക്സിയ ബേബി എന്നൊന്നും വിളിക്കണ്ട, കോളിന് ലച്ചു. ഓക്കെ കുച്ചു, ലച്ചു ലച്ചു ബേബി, പോവാൻ നമുക്ക്. അതെ, ആ കൈ ഇങ്ങനെ കാണിക്ക്. ബ്ലഡ് കുറേ പോയിട്ടുണ്ട്. കേട്ടിട്ട് വേണ്ടി വരുമോ നോക്കട്ടെ. ഏയ് അതിൻ്റെ ആവശ്യമൊന്നും വരില്ല, ഞാൻ അങ്ങ് ഊറ്റി കുടിക്കുമല്ലേ. ഇയാള് കഴിഞ്ഞതാടോ. ഏയ് പതുക്കെ ഡോക്ടർ. പതുക്കെയാണോ മുറിക്കാണോ ഞാൻ ആലോചിച്ചോളാം. ബൈ ദ വേ, ഡോക്ടറിൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനമ്മ ചേച്ചി. ഓ, അതങ്ങ് കൂടിപ്പോയല്ലോ. എന്താ, കല്യാണം ആലോചിക്കാൻ നോക്കുന്നുണ്ടോ? വീട്ടിൽ നല്ല ആലോചനയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊരു പെണ്ണിനെ അങ്ങ് പിടിക്കുന്നില്ലെന്നേ. അതെന്നാ, ആ പെണ്ണ് തന്നെ പോലെ കോഴിയല്ലേ? ഇനി കോഴീനെ കെട്ടാൻ വേണ്ടി വല്ല കുറുക്കനെ നോക്കുന്നുണ്ട് വരുമോ? ഡോക്ടർ എന്ത് ചൊറിച്ചില്ല ഡോക്ടറെ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എൻ്റെ റിയലായിട്ട് എനിക്ക് കല്യാണം ആലോചിക്കുക, എന്നാ ചെയ്യാനാ. പക്ഷേ എനിക്കിപ്പോൾ കല്യാണം കഴിക്കാനൊക്കെ ഒട്ടും താല്പര്യമില്ല. 29 വയസ്സായിട്ടും വീട്ടുകാരെനിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യാൻ? 29 വയസ്സായിട്ടോ? തനിക്ക് ശരിക്കും 29 വയസ്സുണ്ടോ? യാ, എനിക്ക് 29 വയസ്സുണ്ട്. ഐ ആം ടു മച്ച് സെക്സി, യു നോ. അതുകൊണ്ട് ചോദിച്ചല്ല, മെഡിസിൻ വേറെ എടുക്കണ്ട. ഞാൻ വിചാരിച്ചാൽ 26 ആയിരിക്കും. ഓ അങ്ങനെ, ഓക്കെ ഓക്കെ ഓക്കെ. അലക്സിയ ബേബി, അല്ല സോറി ലച്ചു ബേബി, നമുക്ക് ഒന്ന് പുറത്തു പോയാലോ പ്ലീസ്? എടോ, എനിക്ക് ഡ്യൂട്ടി ഉണ്ടോ? അതാ. ഈ ആഡോന്നൊന്നും വിളിക്കണ്ട, ഒന്നില്ലെങ്കിൽ ഡെങ്കിലൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള വിളിച്ചോ. ആലോചിക്കട്ടെ ഞാൻ. പിന്നെ ഈ കൈക്കാൻ തെറ്റിയതാ? അതാ, അത് ഒന്ന് സ്റ്റെപ്പ് ചെയ്യുന്ന വീണതാ. മോനെ, ഞാൻ ഈ പ്രൊഫഷനിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് 4-5 കൊല്ലമായി. എനിക്കറിയാം എങ്ങനെ വീണതാന്ന്. ഓക്കെ, പറ എന്ത് പറ്റിയതാ? അതൊരു ഗ്യാങ്ങുമായിട്ട് ചെറിയൊരു അടിപിടി, അത്ര ഉള്ളടി, വേറെ ഒന്നുമില്ല. ഓ, അതിൻ്റെ ഇടയ്ക്ക് എടീന്നൊക്കെയായി വിളിക്കാൻ. എന്നാ ഞാൻ ഭാര്യയെന്ന് വിളിക്കാം. അയ്യോ, വേണമെന്നില്ല. ബൈ ദ വേ, ഡോക്ടർ ബേബിക്ക് വീട്ടിൽ കല്യാണാലോചന ഒന്നും വരുന്നില്ല? ഇല്ല. വായ് ഡോക്ടർ ബേബി, ഇങ്ങനെ കല്യാണമൊക്കെ കഴിക്കാതിരുന്ന എങ്ങനെയാ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? എടോ, എനിക്ക് പേഷ്യൻസ് ഉള്ളതാ. ഒന്ന് അടങ്ങിയിരിക്കുക, ഒന്ന് കെട്ടട്ടെ. അതിന് ഞാനല്ലേ കെട്ടുന്നേ, നീ നിന്നാ മതി. ഓ, ഈ ആസ്ഥാന കോഴികളെ കൊണ്ടാണല്ലോ കർത്താവ് ഈ കേരളം മൊത്തം നിറഞ്ഞിരിക്കുന്നത്. എന്നാ ബേബി അങ്ങനെ ഒരു ടോക്ക്? എടോ കോഴി, തൻ്റെ പ്രശ്നം എന്താ? ഇനി കോഴികൾക്ക് വേണ്ടി ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു വാർഡ് വരാൻ തുടങ്ങേണ്ടി വരുമല്ലോ. ദൈവമേ, നോട്ടി നോട്ടി ഗേൾ. ഈശ്വര, ഇതിനെ സഹിക്കണമല്ലോ ഇനി. അലക്സ ബേബി. ഡോ, തന്നോടല്ലോടെ ആ മലയാളത്തിൽ പറഞ്ഞ ഈ ബേബി വിളി നിർത്താൻ. ബേബി എന്ന് വിളിക്കണ്ട, വേറെ എന്താണെങ്കിലും വിളിച്ചോ. ഓക്കെ ലച്ചു, ലച്ചു എന്നല്ലേ വീട്ടിൽ വിളിക്കുന്നത്, അപ്പം ഞാൻ ലച്ചു എന്ന് വിളിക്കാം. തൽക്കാലം ലച്ചു എന്ന് വിളിക്കാം. പിന്നെ ഭാര്യ, പിന്നെ ജാഗിയ, പിയബോ, അങ്ങനെ അങ്ങ് പോവാം. കർത്താവേ, പെട്ടല്ലോ. ഡോക്ടർ ആൻറ്റി, നമുക്കൊന്ന് പോയിട്ട് വരാം, എനിക്ക് ബോറടിക്കുന്നു. വേറെ മെമ്പിളാരൊക്കെ ഉണ്ടാവുമല്ലോ പോവാൻ, അവൾമാരെ വിളിച്ചോണ്ടോ? എനിക്കൊന്നും പറ്റത്തില്ല വരാൻ. ഉണ്ടായ 3 എണ്ണം, അതിൽ 3നെയും ഞാൻ തേച്ച്. ഇനിയിപ്പോൾ ആരുമില്ല, ആ വേക്കൻസി ഒഴിവാ. വരുന്നോ കൂടെ? സി മിസ്റ്റർ ഡെയ്ലൻ, താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. എനിക്ക് എൻ്റെതായ
കുറേ കാര്യങ്ങളുണ്ട്. താൻ വിളിക്കുമ്പോൾ ഫ്ലേർട്ട് ചെയ്തതിന് പുറകെ വന്നൊരു പെണ്ണല്ല ഞാൻ. കേട്ടോ, അത് താൻ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ ഓക്കെ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇത്ര ചൂടാവാൻ. തന്നെയൊക്കെ പോലത്തെ മിക്കതിൻ്റെ ധാരണ ഇങ്ങനെയാണ്. പെണ്ണെന്ന് പറഞ്ഞ് ഇങ്ങനെയാണ്. ഞാൻ അങ്ങനത്തെ ഒരു തരത്തിലുള്ള പെണ്ണല്ല. എൻ്റെ അപ്പനമ്മ എന്നെ അങ്ങനെയല്ല വളർത്തിയത്. ഓക്കെ, സമ്മതിച്ചു. താൻ വരണ്ട. ഞാനൊരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ വിളിക്കുക. വരുന്നോ? ജസ്റ്റ് ഫോർ എ വാക്ക്. ഒരു 40 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും, അത് ഞാൻ വരാം. 40 minutes? ഓക്കെ. അതെ, ഇങ്ങനെ കുത്തിയിരിക്കണ്ട, കിടന്നോ. നല്ല ക്ഷീണമുണ്ടാവും. ഞാൻ ആൻറ്റിബയോട്ടിക് തരാം. അതൊന്നും കുഴപ്പമില്ല. ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും. 40 മിനിറ്റ്സ് ഉണ്ട്, താൻ കിടന്നോ. റെസ്റ്റ് റൂം ഉണ്ട്, അവിടെ കിടന്നോ. ഇറ്റ്സ് ഓക്കെ ലച്ചു, ഐ ക്യാൻ മാനേജ്. മിണ്ടാണ്ട് കയറി കിടക്കണോ, കുറേ നേരം തുടങ്ങിയിട്ട്. എൻ്റെ പൊന്നോ, കിടന്നാൽ പോരെ, ഞാൻ കിടന്നോളാം. പനിക്കുന്നുണ്ടല്ലോ, ചൂടുണ്ടല്ലോ. അത് 2 ദിവസമായി. സാരമില്ല, അത് മാറിക്കോളൂ. എനിക്ക് വേനിച്ച്. എനിക്ക് മെഡിസിൻ്റെ കാര്യമൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം. അല്ലാതെ ഒരുമാതിരി വേഷം കിട്ടാൻ എൻ്റെ അടുത്ത് കാണിക്കരുത്. ചൂടുണ്ട്, 2 ദിവസമായിരുന്നോ. മരുന്നൊന്നും കഴിച്ചില്ലേ? ഡോളൊന്നും കഴിക്കാൻ തോന്നിയില്ലേ? ഒന്ന് ഡോക്ടറിനെ വന്ന് കാണണമെന്ന് പോലും എനിക്ക് തോന്നിയില്ല. അതിനിത്ര പ്രശ്നമാക്കാൻ എന്താ? എനിക്ക് പനി വന്ന് പോവാറൊക്കെ പതിവാ. ഞാൻ പോവാണ്. അലക്സ, അവിടേക്ക്. എന്താണ് കാണിക്കുന്നത്? മാറിക്ക് അങ്ങോട്ട്. അലക്സ, ഞാൻ കാര്യം പറയട്ടെ. ഇവിടെ വിടറോ, ആരെങ്കിലും കാണും. അതിനിപ്പോൾ എന്നാ, 2 മാസം കഴിഞ്ഞ് നമ്മളെ കല്യാണമല്ലേ. മാതാവേ, കല്യാണോ? താൻ എന്തൊക്കെയാ പറയുന്നത്? കൈന്നൂടെ. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ പൊക്കോ. ഈ കോഴീനെ കൊണ്ട് മാറിക്ക് അങ്ങോട്ട്. അവസാനം ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടെത്തി. ഇവളാണ് എൻ്റെ പെണ്ണ്. ആരാണോ ഈ സമയത്ത്? കർത്താവ്, ഈ അമ്മയാണല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ? ഹലോ അമ്മ, എന്നെ എടുക്കുക. എടാ, ഞാൻ അറിഞ്ഞല്ലോ നീ ആരെ പോയി അടിച്ചു എന്നൊക്കെ. എന്താ സംഭവം? അതമ്മ കുറേ മാറി എൻ്റെ മെക്കിട്ടൊക്കെ കയറാൻ വന്നു, അതുകൊണ്ടാ. ഡെയിലൻ കിടന്ന് തപ്പണ്ട. എന്താ ഉണ്ടായ കാര്യം പറ. അമ്മ, അത് ഞങ്ങളുടെ ഗ്യാങ്ങിനെ കാണുമ്പോൾ കുറേ മാറി കുറച്ച് ചൊറിച്ചിൽ കൂടുതലാണ്. അതൊന്ന് തീർത്തു കൊടുത്താൽ വേറൊന്നുമില്ല. എന്താ ഡെയിലൻ ഇത്? എനിക്ക് മടുത്ത ഡെയിലൻ, നീ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ. ഞാൻ ഇതെങ്ങാലും പപ്പ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അറിയാലോ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന്. അറിയാം അമ്മ, ഞാൻ അതെങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ആക്കോളാം. ഡെയിലൻ, എനിക്കൊന്നും അറിയണ്ട. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ആക്കിക്കോ. എൻ്റെ അമ്മയെ ആക്കാം. ഞാനൊരു പെങ്കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അവളായിട്ടൊന്ന് ഡേറ്റിനൊക്കെ പോയി വരട്ടെ, അണ്ട് സെറ്റാക്കാം. എന്തോന്ന്? അതൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാം. ബൈ ബൈ, സി യു, ടാറ്റാ. ഡെയിലൻ എഴുന്നേറ്റോ? ഡോക്ടറോട് ഇരിപ്പുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല കേട്ടോ. ആ സാരില്ല, നമുക്കെന്നാ പോവാം. ഡോക്ടറിന് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞോ? എൻ്റെ എല്ലാം കഴിഞ്ഞു. നമുക്കെന്നാ ഇറങ്ങാം. ഓക്കെ, എന്നാ വാ. ഞാൻ എടുക്കട്ടെ വണ്ടി? വേണ്ട വേണ്ട, അത് ഞാൻ എടുത്തോളാം. ഈ കയ്യും വെച്ചോണ്ടോ? വേണ്ട, ഞാൻ എടുക്കാം. അന്ന് താഴെ കുറച്ച് സ്പീഡിലൊക്കെ പോണേ. ഒറ്റ എഴയണ പോലെ എഴയരുത്. പിടിച്ചിരുന്നോളാം, എനിക്ക് അത്രേ പറയാനുള്ളൂ. കർത്താവേ, ഇവിടെ എങ്ങോട്ടോ? ലച്ചു, ആ ബ്രേക്ക് ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് പയ്യെ പോയാൽ മതി കേട്ടോ. ഇതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. സബാഷ്. അതെ, ഇവിടെ അടുത്തൊരു കഫേ ഉണ്ട്, ലോങ് സ്റ്റോൺ. അങ്ങോട്ട് പോകാം. It's all about you, baby. നിനക്ക് എങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം. ഞാൻ എവിടെയാണെങ്കിലും കൂടുണ്ട്. ഡെയിലൻ കൊള്ളാം. ശരിക്കും അത് നല്ലതാണോ? അയ്യടാ, മാറിക്കങ്ങോട്ട്. അല്ല അലക്സ ബേബി, നിനക്ക് മാരേജ് ഒന്നും ഉറപ്പിച്ചില്ല? നിനക്ക് ആരോടും ക്രഷ് അങ്ങനെ ഒന്നുമില്ല? ഇല്ല, ഈ കോഴികളോടൊന്നും ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. വേണ്ട, സംസാരിക്കണ്ട. ഞാൻ കോഴിയല്ല കുഞ്ഞ്, നീ എന്നോട് സംസാരിച്ചു. അതുപോലെ പിന്നെ എന്തൊക്കെയുണ്ട്? വാട്ട്സ്ആപ്പ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ 2 മാസത്തിന് മുന്നേ ഒരു കല്യാണം കഴിക്കണം. അതാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്ലാൻ.
അപ്പോൾ ഈ ഫ്ലോട്ട് നടക്കുന്ന തനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? നിനക്കറിയോ 3 ഉണ്ടായിരുന്നു. ആ 3 വീട്ടുകാരൊക്കെ ചേർന്ന് അടിച്ചോടിച്ചു എൻ്റെ ജീവിതത്തിൽ നിന്ന്. പിന്നെ ആരുമില്ല ഇപ്പോൾ. അതെന്താ വീട്ടുകാർ അതിലൊരാളെ കെട്ടായിരുന്നില്ലേ? എന്തു പറ്റി? അത് വേറൊന്നല്ല, എൻ്റെ വീട്ടുകാർക്ക് യൂറോപ്യൻസിന് ആരും ഇഷ്ടമല്ല. മലയാളിയായിട്ടുള്ള കൊച്ചിനെ തന്നെ അത് ശരി, അത് കൊള്ളാം. ആന്നേ, എന്ത് ചെയ്യാനാ. എന്നിട്ട് മലയാളിയായിട്ടുള്ള ആരെങ്കിലുമൊക്കെ കിട്ടിയോ? ഇതുവരെ ഇല്ല. പക്ഷേ ഈ കാർ ഓടിക്കുന്ന ആളൊന്നും മനസ്സ് വെച്ചാ ചിലപ്പോൾ 2 മാസം കഴിയുമ്പോൾ. അയ്യാടാ, അങ്ങനെ ഇപ്പൊ താൻ എന്നെ വിട്ട് ജീവിക്കണ്ട. എടി, നീ വേറെ ആരെങ്കിലും കെട്ടിപ്പോയി കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ നിന്ന് അടിയാട്ടേണ്ടി വരും. അതിനെല്ലാം നല്ലതല്ലേ ഞാൻ നിനക്ക് ബിയർ ബോട്ടിൽ വാങ്ങിച്ചു തരാം, നീ കിക്ക് ചെയ്ത് പഠിച്ചോ. ഈ KGF ഡയലോഗ് ആയിട്ട് താൻ എങ്ങോട്ട് പോകുന്നത്? മനുഷ്യനെ തിരിപ്പിക്കാൻ വേണ്ടി. അവിടെ ഇരിക്കണോ? KGF വേണ്ടേ? എന്നാൽ വേറെ പിടിക്കണോ? അയ്യോ വേണ്ട. തൻ്റെ എക്സ്പെക്റ്റേഷൻസ് പറ, ഞാൻ കേൾക്കട്ടെ. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല. എന്നെ നന്നായി നോക്കണം, എൻ്റെ അടുത്ത് ലോയലായിട്ട് ഇരിക്കണം, ആൻഡ് എനിക്ക് ജോലി വീണ്ടും ചെയ്യാൻ പറ്റണം. അവൻ്റെ കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കൽ പരിപാടിയൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് എൻ്റെ ജോബ് കണ്ടിന്യൂ ചെയ്യണം, എൻ്റെ അപ്പനമ്മനെ നോക്കണം, എൻ്റെ സിസ്റ്റർ ചേച്ചിയുണ്ട്, ചേച്ചീനെ നോക്കണം. അങ്ങനെയൊക്കെ കുറേ പ്ലാൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. എന്നെ കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോളെ നീ പിന്നെ ഫ്രീ ബേർഡാണ്. ഒന്നും ഡേറ്റിന് പോലും പോയിട്ടില്ല, അതിന് മുന്നേ കെട്ടാനങ്ങ് തീരുമാനിച്ചോ? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എങ്ങനെയാ? ദേ സ്ഥലം എത്തി ഇറങ്ങ്. ഓ, ഇതാണല്ലേ ലോങ് സ്റ്റോൺ കഫേ. യെസ്, കം വിത്ത് മീ. സ്ഥലം കൊള്ളാലോ, അടിപൊളി. നമുക്കിവിടെ ഇരിക്കാം. അതിനെന്നാ നമുക്കിവിടെ ഇരിക്കാം. അല്ലടി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതിനെന്താ ചോദിച്ചോ? നമുക്കേ ഇന്നില്ലേ ഞാനൊരു സ്ഥലത്ത് കൊണ്ടുപോട്ടെ, എൻ്റെ കൂടെ വരുമോ? ആന്നേ, പേടിക്കൊന്നും വേണ്ട. നിന്റെ അനുവാദം ഇല്ലാണ്ട് ഞാൻ നിന്റെ മേത്തോടത്തൊന്നുമില്ല. മേത്തോട്ടം വിവരം അറിയും. ഇല്ലടി മോളെ, ഉറപ്പായിട്ടും ഞാൻ നിന്റെ മേത്തോടത്തില്ല. എന്നാ ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. അല്ല, അപ്പോൾ വീട്ടിലെന്തോ അറിയും? വീട്ടിൽ അത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കുമെന്നെല്ലാം പറഞ്ഞോളാം. പക്ഷേ അങ്ങനെ നിൽക്കുവാണെങ്കിൽ തന്നെ വീട്ടിൽ പറഞ്ഞിട്ട് പോരാറുള്ളൂ. അപ്പനും ഡൗട്ട് അടിക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഏയ്, അതിന് വഴിയുണ്ട്, നീ വാ. അല്ല, നമ്മളെവിടേക്കാ? അതൊക്കെ ഉണ്ട്, നീ എൻ്റെ കൂടെ വാ. എന്നാ ഓക്കെ. ബ്യൂട്ടിഫുൾ പ്ലേസ്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? പിന്നല്ലാണ്ട് എനിക്ക് ഇഷ്ടമാതിരിക്കോ? എന്നാ നമുക്കൊന്ന് എൻ്റെ മോളിൽ കയറിയിട്ട് വരാം. ഇത് നൈറ്റ് ആകുമ്പോഴേ നല്ല ഭംഗി, ഫുൾ ലൈറ്റ്സ് ആയിരിക്കും. ശരിക്കും? പിന്നെ നോണയോ, കാർത്തി പറഞ്ഞാടി, നൈറ്റ് ആകുമ്പോഴില്ലേ നല്ല ഭംഗിയാണ്. എന്നാലേ നമുക്കൊരു ദിവസം നൈറ്റിൽ വരാവേ. പിന്നെന്താ, വരാമല്ലോ. പിന്നെ ഇവിടെ ഷൂട്ടിംഗ് സ്റ്റാർസ് ഒക്കെ വരും. നീ ഇഷ്ടമുള്ള കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. റിയലി? ശരിക്കും? അല്ല കള്ളം, വേണമെങ്കിൽ ശ്വസിക്കടി. അതിന് ചൂടാവുന്ന എന്തിനാ? ഐഷൻ്റെ അലക്സ ബേബി പിണങ്ങിയോ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അയ്യടാ, സോപ്പിട്ടാ മതി, അങ്ങ് നോക്ക്. ഓ, ഞാൻ അങ്ങോട്ട് തന്നെയാണ് നോക്കുന്നത്, നീയല്ല നോക്കാത്തെ. ഞാൻ നോക്കുന്നുണ്ട് മനുഷ്യ. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ നല്ല രീതിക്ക് എടുത്തു. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ഏപ്രിൽ 21-ാം തീയതി. ഹലോ
ലച്ചു ബേബി എന്താടി രാവിലെ തന്നെ? അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് നമുക്ക് മീറ്റ് ചെയ്താലോ? എവിടെ വെച്ച് മീറ്റ് ചെയ്യണം നീ പറഞ്ഞോ? ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. നമുക്കേ ചൈനീസ് റെസ്റ്റോറൻറ്റ് വേണ്ട, ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അവിടെ പോട്ടെ. എന്നാ ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോവാം. അവർ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്തേക്ക് എത്തി. അല്ല, ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞേ. ഇന്ന് നീ കാണാൻ നല്ല സുന്ദരമായിട്ടുണ്ട്. എന്തു പറ്റിയാവോ? ഏതെങ്കിലും ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും പോവാൻ മനുഷ്യ, എനിക്ക് ഫങ്ഷൻസ് ഒന്നുമില്ല. ഞാനിന്ന് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് വന്നതാ. എന്നാ പറ, കേക്കട്ടെ. ഇതാണോ സ്ഥലം? ഇവിടെ ഇരിക്കാൻ പോലൊരു സ്ഥലമില്ലല്ലോ. ഓ പെണ്ണെ, ഇങ്ങ് വാ. സൂപ്പർ. ഞെട്ടിയോ? ഞെട്ടി. ഇതൊക്കെ എപ്പോ റെഡിയാക്കിയോടോ? താനോടൊരു വാക്ക് പറഞ്ഞില്ല. ആടി, ഇനി ഞാൻ സർപ്രൈസ് നിന്നോട് നേരത്തെ തന്നെ പറയാം. പിന്നെ എന്തിനാടി സർപ്രൈസ് ആണെന്ന് പറയുന്നത്? ഇവളെയൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ. സർപ്രൈസ് അല്ല, സർപ്രൈസ്. ഓ ആയിക്കോട്ടെ എൻ്റെ മദാമേ, അങ്ങ് നടക്ക്. അല്ല, എൻ്റെ ലച്ചു ബേബിക്ക് എന്ത് കാര്യമാണ് പറയാനുള്ളത്? അതില്ലേ ചായ. ഇച്ചായനോ? നീ അതൊന്നുകൂടി വിളിച്ചേ. ഇച്ചായാന്ന്. എൻ്റെ ചാട്ടം എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്ന് പോ മനുഷ്യ, എനിക്ക് എന്തിനെ കിട്ടിയാൽ ചായ വിളിച്ചൂടെ? ലച്ചു, ആർ യു സീരിയസ്? അതെ, നല്ല സീരിയസാ. 2 ദിവസമായിട്ട് ഐസിയുലായിരുന്നു. അല്ല പിന്നെ. എടി, നീ വളച്ചു കേട്ടാണ്ട് കാര്യം പറയടി, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. സി മിസ്റ്റർ ഡെയ്ലൻ, എനിക്ക് തൻ്റെ ഭാര്യയാവണം എന്നൊരാഗ്രഹം നടത്തി തരോ? എന്തോന്ന്? എടോ പൊട്ട, എനിക്ക് തന്നെ ഇഷ്ടമാണ്. എനിക്ക് തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നടത്തി തരുമോന്ന്? എടി, നീ എന്തറിഞ്ഞിട്ട് അടി എന്നെ പറ്റി? അതെ, അറിഞ്ഞെടുത്തോളം മതി. പണ്ടത്തെ കാര്യം താൻ ആരായിരുന്നു, തനിക്ക് എത്ര ഗേൾ ഫ്രണ്ട് ഉണ്ട്, തനിക്ക് എത്ര അവിഹിതമുണ്ട്, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഇനി അങ്ങോട്ട് എൻ്റെ ഭർത്താവായി എൻ്റെ കൊച്ചുങ്ങളുടെ അപ്പനായി ജീവിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഒന്ന് കല്യാണം കഴിക്കണം തന്നെ. അതെ, ശ്വാസം നേരെ വീണമെന്ന് തോന്നുന്നു. കുറച്ച് വെള്ളം കുടിക്കുക. താനും കുറച്ച് കുടിച്ചോ, ഇനി ജീവിതകാലം മൊത്തം കുടിക്കാനുള്ളതാ. കർത്താവ്, എവിടെയൊക്കെ ഒരു ഭീഷണി ഞാൻ മണക്കുന്നു. അയ്യടാ, ഞാൻ കാര്യത്തിൽ പറഞ്ഞാ എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. നമുക്ക് വീട്ടിൽ പറയാം. ഞാൻ വീട്ടിൽ പറയട്ടെ? എന്നാലും ഇത്ര പെട്ടെന്നൊക്കെ? എന്ത് പറ്റി? ഓക്കെ അല്ല? ഓക്കെ അല്ല, ഞാൻ പറഞ്ഞോടി പെണ്ണെ, എനിക്കും ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഞാൻ ചിലപ്പോൾ നിൻ്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നീ കുറേ ഹേർട്ടാവും. അതെല്ലാം നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം മതി. സി, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങളെ പകുതിക്ക് വെച്ചിട്ടിട്ട് പോകുന്ന ഒരാളല്ല ഞാൻ. എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും. ട്രസ്റ്റ് മീ. അലക്സ, എന്താ? then will you marry me? പിന്നെന്താ, ലെറ്റ്സ് ഗെറ്റ് മാരീഡ്. എന്നാൽ ഞാനിത് വിളിച്ച് എൻ്റെ അമ്മയോട് പറയട്ടെ. ദൈവമേ, ഈ മനുഷ്യന് വട്ടായി തോന്നുന്നു. വട്ടൊന്നല്ലടി, എന്നെ ഒരു പെണ്ണ് കെട്ടിക്കാൻ വേണ്ടി ആ പാപം കണ്ട പള്ളികളായ പള്ളികൾ മൊത്തം കയറി ഇറങ്ങുക. അമ്മയൊന്നും വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കാണില്ല. എന്നാ വിളിച്ചു പറയും. പിന്നെ പെണ്ണുകളെ വേഗം തന്നെ. അപ്പനിപ്പോൾ പുതിയ ആലോചനകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെന്താ, അത് ഞാൻ വേഗം വരാം. ഞാൻ വരുമ്പോഴേ നീ വീട്ടിൽ ആരോടെങ്കിലും ഒരാളോട്, അമ്മയോടോ ചേച്ചിയോടോ ആരോടെങ്കിലും എൻ്റെ കാര്യമൊന്ന് സൂചിപ്പിച്ച് വെച്ചേക്ക്. ചിലപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനായിട്ടായിരിക്കും വരുന്നത്. അതന്നെ, എൻ്റെ അമ്മായിപ്പനമ്മ വരില്ലേ? എടി, ആദ്യം എൻ്റെ ചേട്ടൻ കണ്ട് നിൻ്റെ ഫാമിലി ഓക്കെ ആയിരുന്നു അപ്പനോടും അമ്മയോടും പറഞ്ഞാൽ മാത്രമേ അവർ വരത്തുള്ളൂ. ഓ VIPs, നടക്കട്ടെ, പറഞ്ഞാൽ മതി. ഓ ആയിക്കോട്ടെ. നീലശലഭമേ വീണയുമോ